സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്ന് സംഭവിക്കുന്നത് വമ്പൻ കുതിപ്പാണ്. നിലവിൽ 71,480 രൂപയാണ് പവന്. എന്തുകൊണ്ടാണ് ഗോൾഡ് റേറ്റ് ഇങ്ങനെ കുതിച്ചുയരുന്നത്? സ്വർണ്ണവില ഇങ്ങനെ അതിവേഗത്തിൽ കുതിച്ചുയരുമ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ? സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്ന ആശങ്കയെ തുടർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നായ US ഡോളറിന്റെ വിനിമയ നിരക്ക് കുറയ്ക്കുകയും ഇത് ഗോൾഡ് റേറ്റിനെ സ്വാധീനിക്കുകയും ചെയ്തു. കഴിഞ്ഞ വീക്ക് US ക്രെഡിറ്റ് റേറ്റിംഗ് ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് വെട്ടിക്കുറച്ചതും സ്വർണ്ണവില ഉയരാൻ കാരണമായി എന്നാണ് വിലയിരുത്തൽ. ഇടയ്ക്ക് സ്വർണ്ണവില ചെറിയ തോതിൽ കുറഞ്ഞെങ്കിലും ഡിമാൻഡ് കൂടിയതോടെ വീണ്ടും സ്വർണ്ണവിലയും കൂടുകയായിരുന്നു. ഇപ്പോൾ വെറും 4.5 മാസം കൊണ്ട് 30% സപ്ലൈ ലിമിറ്റഡ് ആയ ഗോൾഡിന്റെ വില കൂടിയത്. പണ്ട് മുതലേ നമുക്കിടയിൽ നിലനിൽക്കുന്ന ഒരു നറേറ്റീവാണ് ഏറ്റവും നല്ല സേവിങ്സും ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റും ഗോൾഡ് ആണ് എന്നുള്ളത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ ഏറ്റവും മികച്ച വാല്യൂ ഉള്ള ഗിഫ്റ്റായി നമ്മൾ കൊടുക്കുന്നതും ഗോൾഡ് ആണ്. ശരിക്കും ഗോൾഡ് ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെന്റ് ആണോ? ഇതിനായി ഗോൾഡിന്റെ ഹിസ്റ്റോറിക്കൽ റിട്ടേൺസും ഹിസ്റ്റോറിക്കൽ റിസ്കും അറിയണം. കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ള കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് അനുസരിച്ച് റിട്ടേൺസ് കൂടുതലുള്ള ഒന്നാണ് ഗോൾഡ്. ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിൽ എപ്പോഴെല്ലാം ഡൗൺ സംഭവിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ഗോൾഡ് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇടയ്ക്ക് റിട്ടേൺസ് ലഭിക്കാത്ത സമയവും ഗോൾഡിന് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിഫ്റ്റി പ്രൈസ് ഗ്രാഫ് അനുസരിച്ച് 1980 മുതൽ 2008 വരെ 28 വർഷത്തോളം ഗോൾഡിൽ ഒരു റിട്ടേൺസും ലഭിച്ചിട്ടില്ല. മാത്രമല്ല അന്നൊരു ഡ്രോ ഡൗണും സംഭവിച്ചിട്ടുണ്ട്. 2002 മുതൽ 2011 വരെ 570 റിട്ടേൺസും ലഭിക്കുകയുണ്ടായി. 2012 മുതൽ 2015 വരെ 45% ഡ്രോ ഡൗണും സംഭവിച്ചിട്ടുണ്ട്. ഇത് റിക്കവർ ആയത് 2020-ലും. 2016 മുതൽ ഇതുവരെ 250% റിട്ടേൺസ് ആണ് ഗോൾഡിലൂടെ സംഭവിച്ചിട്ടുള്ളത്. ഇനി സെൻസെക്സിന്റെ ഗോൾഡ് റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ 2000-ലും 2008-ലും 60% ഡ്രോ ഡൗണും 2020-ലെ കോവിഡ് സമയത്ത് 50% ഡ്രോ ഡൗണും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഡ്രോ ഡൗണിൽ നിന്ന് വളരെ പെട്ടെന്ന് തിരിച്ചു വരാനും ഗോൾഡിന് സാധിച്ചു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ബെറ്റർ ആയ ഒന്നാണ് ഗോൾഡ്. ഈ യുദ്ധം പോലെയുള്ള ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ പോലും ഗോൾഡിന് വാല്യൂ ഉണ്ടായിരിക്കും എന്നത് ഗോൾഡിന്റെ പ്രത്യേകതയാണ്. ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക.